ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതേ നമ്മൾ ശ്രീലങ്കയിൽ വന്നിട്ട് ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. പക്ഷേ നമ്മൾ പുറത്തിറങ്ങി എല്ലാം കാണാൻ പോകുന്നത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അമ്പലത്തിലും ഒക്കെ പോയി, അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് രാത്രിയാണ് വീട്ടിലെത്തിയത്. ഇപ്പോൾ ഇതേ രാവിലെ 5:30 നമ്മൾ വീണ്ടും ഇറങ്ങി കേട്ടോ. ഇന്ന് നമ്മൾ ബീച്ചിലാണ് പോകുന്നത്, 2 ബീച്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്തോ ട്രിങ്കോമല എന്ന് പറയുന്ന ബീച്ചിലാണ് പോകുന്നത്. എൻ്റെ കസിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ ബീച്ച്. അപ്പോൾ ആദ്യം നമ്മൾ ആ വീട്ടിൽ പോയി ആ കുട്ടിയും കൂടെ കൊണ്ടാണ് നമ്മൾ ആ ബീച്ചിലോട്ട് പോകുന്നത്. ഡോൾഫിനെ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു മാനിനെ കണ്ടു. അപ്പോൾ അതിനെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മളുടെ അവിടുത്തെ ഒരു ഫ്രണ്ട് കേട്ടോ, കേദ എന്നാണ് പേര്. അപ്പോൾ ദേ നമ്മൾ ബോട്ടിൽ കയറാൻ റെഡിയായി. ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡോൾഫിനെ കാണില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ വിശ്വസിച്ചില്ല, അങ്ങനെ ഡോൾഫിനെ കാണാൻ പറ്റും എന്നൊന്നും വിശ്വസിച്ചിട്ടല്ല ഈ പോകുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് ഉള്ളിൽ ചെന്നു. ഈ ഫുൾ ഡോൾഫിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നമ്മൾ കണ്ട അവസാനം മടുത്തുപോയി, അത്രയ്ക്ക് ഡോൾഫിനെ കണ്ടു. നമ്മൾ കാണില്ല 1 or 2 അല്ലെങ്കിൽ അങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ കുറേ കണ്ടു. ആ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും അവർ കൊണ്ട് കുറച്ച് നേരം അവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത സ്ഥലത്ത് കൊണ്ടിടും. അവർക്ക് ആ ഒരു ഏരിയ കറക്റ്റായിട്ട് അറിയാം. ഇവിടെ കുറേ കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു സ്ഥലം അവർ പറഞ്ഞത് രാവണൻ്റെ അമ്മ മരിച്ചപ്പോഴുള്ള അവസാനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്ത സ്ഥലം ഇവിടെ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കേദ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഇപ്പോൾ സമയം 8:30 അത്രേ ആയിട്ടേ ഉള്ളൂ. രാവിലെ വന്നിട്ട് രാവിലെ തന്നെ അവിടെ പോകണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ രാവിലെ പോയി ഡോൾഫിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചതേ അവിടെ വന്നു. ഈ തത്തമ്മ നന്നായിട്ട് സംസാരിക്കും കേട്ടോ, അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാറുണ്ട്. അപ്പോൾ ആമി ഇങ്ങനെ അത്ഭുതത്തോടെ ചെന്നിന്ന് കാണുവാണ്, അവളിങ്ങനെ കണ്ടിട്ടില്ല സംസാരിക്കുന്നതൊന്നും. கேக்குதா 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 கேக்குது ചിക്കു ചുപ്പി ചുപ്പി സിരിച്ചു വിടുന്നേ ചിക്കു അമ്മ ചുപ്പിന്ന് വിളിച്ചാ മതി. ഞാൻ ചിക്കു ചുപ്പി സിരിച്ചു വിട് സിരിച്ചു വിട് സിരിച്ചു വിട് സിരിച്ചു വിട് ചിരി ചിരി ചിരി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് മാർബിൾ ബീച്ചിലാണ്. അവിടെ കുറേ നേരം കളിച്ചു കേട്ടോ നമ്മൾ. നല്ല രസമുണ്ടായിരുന്നു ആ ബീച്ചിൽ കളിക്കാൻ. ഡാൻസൊക്കെ ഷൂട്ട് ചെയ്തു. ആ ബീച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, പേര് പോലെ തന്നെ. എവിടോട്ട് ക്യാമറ വെച്ചാലും ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആ വെള്ളത്തിലൊരു പാമ്പ് വന്നായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ആ സമയത്ത് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഭാഗ്യത്തിന് കണ്ടു. പക്ഷെ വിഷമുള്ള പാമ്പൊന്നും അല്ല,
ഏട്ടൻ പിന്നെ അതിനെ എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് കളഞ്ഞു. ഇത് കിടക്കുന്ന കണ്ടാൽ ചത്തതുപോലെ തോന്നും, പക്ഷേ അല്ല. പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, അതിലൊക്കെ കളിച്ചു. വീണ്ടും നമ്മൾ പാമ്പിനെ കണ്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും ഒരു പാമ്പ്. അത് കഴിഞ്ഞ് നമ്മൾ ട്രിങ്കോമലൈ ആർമി മ്യൂസിയത്തിൽ പോകുന്നുണ്ട്. അവിടെ എനിക്ക് വലിയ താല്പര്യമുള്ളൊരു സ്ഥലമൊന്നും അല്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഇതൊക്കെ. എല്ലാ വീഡിയോസും നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടാണ് ഏട്ടൻ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് റെബേക്ക എന്ന് പറഞ്ഞിട്ട്. റെബേക്കയുടെ വീട്ടിലും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. 2 മണി എന്തോ കഴിഞ്ഞു, 2:30 ആയി. അത് കഴിഞ്ഞ് നമ്മൾ നാളെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ട് 5:30 ആയി. ആ സമയമായപ്പോഴത്തേക്കും അവിടെ ടൗണിലെത്തി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഒരിടത്തും പോകാനൊന്നും സമയമൊന്നുമില്ല. അപ്പം നമ്മുടെ ശ്രീലങ്കയിലുള്ള എല്ലാ കറക്കവും തീർന്നു. അപ്പം നമ്മൾ രാവിലെ അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.